ഹലോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. അതിന് ചിക്കൻ നന്നായി കഴുകിയെടുത്തിട്ട് അതിലേക്ക് 2 ഫുള്ള് നാരങ്ങയുടെ നീര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ നമ്മുടെയൊക്കെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കുറച്ച് ഫുഡ് കളറും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. 1 മണിക്കൂറിന് ശേഷം അതെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് 4 സവാള അധികം കനയില്ലാതെ അരിഞ്ഞതും, 1 പിടി ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ച് വെക്കണം. പിന്നെ കുറച്ച് പച്ചമുളകും വേപ്പിലയും 3 തക്കാളി മിക്സിയിൽ അരച്ചെടുക്കണം. ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചില്ലി ക്രംസും എല്ലാം എടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് അടുപ്പിൽ എണ്ണ ചൂടാക്കി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അധികം മുരിയാതെ ഒന്ന് വറുത്തെടുക്കണം. വലിയ പാത്രം ആയതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് വറുത്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് വറുത്തെടുത്തിട്ട് ചെറുതായി ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് ഒന്ന് ചെറുതായി മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടി മാറ്റി എടുക്കണം. അത് കഴിഞ്ഞ് ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ആ സവാള നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും നേരത്തെ എടുത്ത് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതെല്ലാം വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതും വഴന്ന് കഴിയുമ്പോഴത്തേക്കും അരച്ച് വെച്ച തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ചിക്കൻ വറുക്കണ നേരം ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് ചില്ലി ക്രംസും കൂടെ അതിൻ്റെ മീതെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി.